കുഴപ്പമില്ല. എന്നെ പോലെ പേടി ഉള്ള കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കാം. ഒരു മിനിറ്റ്. ആദ്യം ആൻഡോ ഇതൊന്ന് പറഞ്ഞേ. ആൻഡോ ഒരു ക്രിസ്ത്യൻ ആണോ അല്ലയോ എന്ന് ആദ്യം ഒന്ന് പറയും. ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ ഡിനോമിനേഷൻ പറയാനാണ് നമ്മൾ രണ്ടും പറയണം. ഓക്കെ, അല്ല, ഞാൻ ചോദിച്ച ചോദ്യം സ്ട്രെയിറ്റ് ആണ്. ആൻഡോ ക്രിസ്ത്യൻ ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഡിനോമിനേഷൻ ചോദിച്ചില്ല. ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചത്. കാത്തലിക് ആണോ എന്ന് ഞാൻ ചോദിച്ചില്ല. മതി, ഇനി പറഞ്ഞു. യേശുക്രിസ്തു എന്ന വ്യക്തി ആരാ? യേശുക്രിസ്തു ദൈവപുത്രനാണ്. നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? ദൈവപുത്രനാണ്. നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? യെസ്. അപ്പൊ ദൈവം അല്ല, ദൈവപുത്രൻ മാത്രം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു പോകും. നാടകം ഒന്നും പറ്റില്ല, ഒരു നാടകവും അനുവദിക്കത്തില്ല. ഞാൻ പറഞ്ഞു ദൈവപുത്രനാണ്. നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? അതിനുശേഷം അടുത്ത ചോദ്യം ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. എനിക്ക് ദൈവപുത്രനാണെന്നുള്ള വിശ്വാസമുണ്ട്, ദൈവമാണെന്നുള്ള വിശ്വാസമുണ്ട്. എക്സലന്റ്. അടുത്ത ചോദ്യം. വെരി ഗുഡ്. അടുത്തത്. യേശുക്രിസ്തു എന്ന വ്യക്തി ആരാണ്? ആസ് എ പേഴ്സൺ. ഞാൻ പറഞ്ഞല്ലോ, ദൈവപുത്രനാണ്, തൃത്വത്തിൽ രണ്ടാമനാണ്, അല്ലെങ്കിൽ വചനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? ഞാൻ ചോദിക്കുന്ന എല്ലാം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? ഈ വിശ്വാസം ഇപ്പൊ പറഞ്ഞതല്ല എന്റെ വിശ്വാസം. ഓക്കെ, അതായത് നിങ്ങൾക്ക് യേശുക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനാണ് എന്നുള്ള വിശ്വാസം, അത് നിങ്ങളുടെ വിശ്വാസം അല്ലെന്നാണോ പറയുന്നത്? കാരണം തൃത്വത്തിൽ നമ്പർ ഇട്ട് എഴുതി വെച്ചേക്കുന്ന സാധനം എനിക്കറിയില്ല. ഞാൻ രണ്ടാമൻ എന്നുള്ളതിന് പകരം, അതായത് 3 വ്യക്തികളിൽ, അതായത് പിതാവും പുത്രനും. ആൻഡ് ചിരിക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് മൈക്ക് മ്യൂട്ട് ചെയ്താൽ നല്ലത്, ഡിസ്റ്റർബ് ആവത്തില്ല, അതുകൊണ്ട്. ഓക്കെ, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തികളിൽ ഒരു വ്യക്തി, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വിശ്വാസം ഉണ്ടോ? മതി, അഭ്യാസം കൊണ്ട് ഇറങ്ങിയേക്കുക. അപ്പൊ ഈ കുരിശില് മരിക്കുമ്പം യേശുക്രിസ്തു എപ്പോഴെങ്കിലും ഈ താങ്കൾ ദൈവപുത്രൻ എന്നാ പറഞ്ഞത്, അപ്പൊ താങ്കളുടെ യേശുക്രിസ്തു ദൈവപുത്രൻ മാത്രമാണ് കുരിശിൽ മരിക്കുമ്പോ, അല്ലേ? ചോദിക്കും, ഞാൻ ഉത്തരം ഞാൻ പറഞ്ഞോളാം. അതായത് കുരിശിൽ മരിക്കുമ്പം യേശുക്രിസ്തു ദൈവപുത്രൻ മാത്രമാണോ അതോ ദൈവവും കൂടിയാണോ? ഓക്കെ, അതായത് യേശു ക്രിസ്തു ദൈവമല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അതായത് യേശു ക്രിസ്തു ഏതൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും തീർച്ചയായിട്ടും ദൈവമാണ്. എന്നാൽ ഈ മരണം എന്നുള്ള ഈ പ്രതിഭാസം ദൈവത്തെ ബാധിക്കുന്നതല്ല. എങ്ങനെ? മരണമായിട്ട്. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ദൈവം നെവർ സീസ് ടു എക്സിറ്റ്, ഓക്കെ, എന്നുള്ള പോയിന്റിലോട്ട് വരുന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഫൈനൈറ്റ് ബീയിങ് ആണ്. ഓക്കെ, സോ ദർ ഇസ് എ പോയിന്റ് വേർ ഹി കം, അല്ലെങ്കിൽ ഹി സീസ് ടു എക്സിറ്റ്, എക്സിസ്റ്റ്. മനസ്സിലാവുന്നുണ്ട്? ഇതിന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇനി മുസ്ലിങ്ങൾക്ക് വെള്ളം കോരാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതുകൊണ്ട് ഞാനതൊന്ന് കൺഫേം ചെയ്ത്, എനിക്ക് ഞാൻ പറഞ്ഞു തരുന്നവരെ വെയിറ്റ് ചെയ്യും. എനിക്ക് അങ്ങനെ തോന്നി, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വെള്ളം കോരുന്ന പോലെ എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് യേശു ക്രിസ്തു ദൈവത്വം ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല. ഹി ഈസ് ഓൾവേസ് ഗോഡ്. അത് എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തില് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെളിപാട് പുസ്തകത്തില് യോഹന്നാന്റെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തി ദൈവമാണോ മനുഷ്യനാണോ? സില്ലി ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കത്തില്ലേ? യേശുക്രിസ്തു ദൈവമല്ലാതിരുന്ന ഒരവസ്ഥ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹീസ് ഓൾവേസ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് പെടുത്തല്ലേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒന്നുകിൽ ഒരു ആർഗ്യുമെന്റ് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയുമ്പോൾ അത് കൺസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ല, നിങ്ങളുടെ ഉദ്ദേശം ഓക്കെ എക്യുപ്പിനെ എവിടെയെങ്കിലും കൊണ്ടു കോർണർ ചെയ്യണം, എവിടെയെങ്കിലും ഇട്ട് പിടിക്കാൻ പറ്റുമെന്ന് നോക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ആ വിധത്തിൽ പോകാം. അല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചോദിക്കുക, ഐ വിൽ ടീച്ച് യു. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ലാതിരുന്ന ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സമയത്തും ആപ്ലിക്കബിൾ ആണ്. അത് വെളിപ്പാട് പുസ്തകത്തിലും ആപ്ലിക്കബിൾ ആണ്, എല്ലാ സമയത്തും ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എക്കിപ്പ് മുമ്പേ പറഞ്ഞു ബൈബിളില്
ദൈവം മരിച്ചു എന്നൊരു വാക്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി പറയുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ മരിച്ചവനായിരുന്നു. ഈ പറയുന്ന പാതാളത്തിന്റെയും, അതായത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്, ജീവന്റെ മരണത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ആ വ്യക്തി ദൈവമാണെങ്കിൽ ആ വ്യക്തി പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നെന്ന്. അപ്പൊ എക്കിപ്പ് പറയുവാണ് ദൈവം മരിച്ചില്ല എന്ന്. എക്കിപ്പ് തന്നെ പറഞ്ഞു ആ വ്യക്തി ദൈവമാണ്. ഇതിലേതാ ശരി? എക്സലന്റ്. ഒരു ബൈബിൾ വാക്യം എടുത്തു. ബൈബിൾ തുറന്നേ. 1 തിമോത്തിയോസ് 6-ാമത്തെ അധ്യായം ഒന്ന് എടുത്തേ. വായിച്ചോ വായിച്ചോ. ഐ വാണ്ട് യു ടു റീഡ്. ഇല്ല, ഐ വാണ്ട് യു ടു റീഡ് ഇറ്റ്. ഐ വാണ്ട് യു ടു റീഡ് ഇറ്റ്. ഇല്ല, ഞാൻ എവിടെ ഇടുന്നില്ല. ഞാൻ ആക്ച്വലി ജസ്റ്റ് സംസാരിച്ചോണ്ടിരിക്കുക. ഒന്ന് വായിച്ചോ, എടുത്തു വായിച്ചോ, സമയം എടുത്തു വായിച്ചു. എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഓ, അപ്പൊ ഇത് ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ ഒരല്പം സമയമൊക്കെ വേർതിരിച്ച് വേണ്ടേ വരാനായിട്ട് എന്റെ ആൻഡോ? അല്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ. ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണം? എനിക്ക് ഐ വാണ്ട് യു ടു റീഡ് ഇറ്റ്. നീ പറഞ്ഞോ, ബാക്കിയൊന്നും ചാറ്റിലേക്ക് ജനങ്ങൾ വായിച്ചേക്കാം. ഇല്ല. ഞാൻ എന്റെ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഡക്റ്റീവ് ആയിട്ട്. 1 തിമോത്തിയോസ് 6-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 16-ാമത്തെ വാക്യം. 1 തിമോത്തിയോസ് 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. വായിച്ചു. എടുക്കട്ടെ. POC സാധനമൊക്കെ അടിച്ചെടുക്കട്ടെ. ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക, അതിനിടയ്ക്ക് നീ ഇത് അടിക്കാൻ പറയുന്നത്. സൈഡിലേക്ക് ആക്കുന്നേ, ആന്റെ ഒരു സൈഡിലേക്ക് ആക്കുക. മഞ്ഞും പെയ്തോണ്ടിരിക്കുക, കുന്നുകൂടാന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സമയമുള്ളപ്പോ വന്നാ മതിയല്ലോ. നിന്റെ അമ്മക്ക് ഇത് തീരുമാനാക്കാൻ. നമ്മളിതിപ്പം മരിച്ചത് ആരാണെന്നാണ് നമ്മുടെ വിഷയം. ഇതിപ്പോ നിങ്ങൾ പറയുന്നത് മരിച്ചില്ല എന്ന്, ബൈബിള് പറയുന്നു ദൈവമാണെന്ന് പറയുന്നു. ഇതിലിപ്പം 1 തിമോത്തിയോസ് 6-ാം അധ്യായം പറഞ്ഞോ. 16 പറഞ്ഞല്ലോ. വിശ്വാസി 14. 16 യഥാകാലം. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യമല്ല. സ്തുതിയും അത്യന്തം ആരാധനയും അവിടുത്തേക്കുള്ളത്. ഇത് ആരെ പറ്റിയാ പറയുന്നേ? വായിക്ക്, ഞാൻ പറയാം. എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? എന്താണ്? അതായത് പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ളതിന്റെ വാക്യമാണിത്. പുത്രനായ ദൈവത്തെ നാം കാണുകയും സ്പർശിച്ചറിയുകയും ചെയ്തു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്. ഞങ്ങൾ കണ്ടതും അനുഭവിച്ചതുമായ എന്ന് യോഹന്നാൻ പറയുമ്പോ പറയാണ് നീ കണ്ടില്ലടാന്ന്. അപ്പൊ നീ ഏത് ക്രിസ്ത്യാനിയാ? ആൻഡോ ആവേശം കൊള്ളല്ലേ. നമുക്ക് മെല്ലെ പോവാം. ഓക്കെ. ഈ 1 തിമോത്തിയോസ് 6-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ വാക്യത്തില് ദൈവം, അതായത് അവിടുത്തെ മാത്രമാണ് മരണമില്ലാത്തവൻ, അപ്രാപ്യനായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല, സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളത്, ആമേൻ. അപ്പോ ഇവിടെ ദൈവം മരണമില്ലാത്തവൻ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ. അപ്പോ ഈ ദൈവമായിരിക്കുന്നവൻ മനുഷ്യനായി ഈ